ആ പിന്നെ ഇന്നും ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. ഇത് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേൾക്കാൻ സമയം കണ്ടെത്തണേ, പ്രാർത്ഥിക്കാം നമുക്ക് അന്യോന്യം. തീർച്ചയായിട്ടും അത് അനുഗ്രഹമായിരിക്കും. ഞാൻ പറയാൻ വന്നതേ, നമ്മളൊക്കെ ചില കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടാണ് നമ്മുടെ സ്വഭാവം. പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ, ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട്. എപ്പോഴൊക്കെയാണെന്നില്ല സ്നേഹം, അവരെന്തെങ്കിലും കാര്യം സാധിക്കാൻ നമ്മൾക്ക് വന്നാൽ അത് സാധിച്ചു കൊടുക്കാമെങ്കിൽ നമ്മളോട് വലിയ സ്നേഹമായിരിക്കും. അല്ല, ആ കാര്യം സാധിച്ചു കൊടുക്കാൻ അല്പം താമസിച്ചു പോയെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വായിരിക്കുന്ന മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. അതിന് ആരായാലും, കാരണം ആ ബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചാണ്. ചില വല്യപ്പന്മാരോട് കൊച്ചുമക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ചില ചേട്ടന്മാരോട് അനിയന്മാരോട് അങ്ങ് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആ നിലയിലുള്ള എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അന്നേരം അവർക്ക് വായി വരുന്നതൊക്കെ അവർ പറയും, നമ്മൾ കേൾക്കേണ്ടി വരും. ദൈവം പാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും അർഹിക്കാത്ത പല കാര്യങ്ങളുമാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു അർഹതയുമില്ലാത്ത കാര്യങ്ങൾ. ഇത് ദൈവം സാധ്യമാക്കി തരണമെങ്കിൽ സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളും നമ്മുടെ സ്ഥാനത്ത് ദൈവമായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുമായിരുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് ചെന്ന് ചോദിച്ചിട്ട് സമയത്തിന് ലഭിക്കാതിരുന്നപ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവം വലിയവ ചെയ്യും. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 68 സങ്കീർത്തനം 19 വാക്യം വായിക്കട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് അവിചാരിതമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ചില ദിവസങ്ങളിൽ അത്രത്തോളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരത്തില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ തീരെ ഒറ്റപ്പെട്ടു പോകും. ചില ദിവസങ്ങൾ അങ്ങനല്ല, എന്ത് പ്രതിസന്ധി കൂട്ടിന് ആൾ കാണും. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില രോഗങ്ങൾ നമ്മെ കയറി പിടിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അങ്ങനെയല്ല, അപ്പുറവും ഇപ്പുറമുള്ള ആളുകൾക്കും ആ പകർച്ചവ്യാധി ബാധിച്ചാലും നമുക്ക് ബാധിക്കത്തില്ല. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഇവാലുവേഷൻ അല്ലെങ്കിൽ കമൻ്റ് എന്തായിരിക്കും എന്നറിയാമോ? നമുക്ക് അയലത്ത് വന്ന രോഗം വരാതിരുന്നാൽ നമ്മൾ പറയുന്നത് അറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ ഇതൊന്നും തൊടത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് കർത്താവിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഒരുപക്ഷെ അയലത്തുകാർക്ക് വരാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് വന്നാലോ, നമ്മൾ പറയുന്നെന്തോ, കർത്താവേ, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഞങ്ങൾ ഇത്രയൊക്കെ പള്ളിയിൽ പോയിട്ടും, ഞങ്ങൾ ഇത്രയൊക്കെ ദൈവത്തിനോട് ചെയ്തിട്ടും ഞങ്ങളെ ഓർത്തില്ലല്ലോ. ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ അതുകൊണ്ട് അപ്പുറത്തുള്ളവൻ ആസാവ് പ്രാർത്ഥിച്ച പോലെ അവൻ തടിച്ചു കൊഴുത്തിരിക്കുന്നു, അവന് യാതൊരു കുഴപ്പവുമില്ല, അവന് യാതൊരു പ്രയാസവുമില്ല. ഞാൻ നോക്ക് എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുള്ളത്. ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും നന്മ അനുഭവിക്കുമ്പോഴും നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്, നാൾതോറും എൻ്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ആ ദൈവം കൂടെയുള്ളത് കൊണ്ട് നിശ്ചയമായും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അവൻ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും, താങ്ങിക്കൊള്ളും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും മധ്യത്തിൽ അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമെന്ന് പറയുവാനും, ഞങ്ങൾക്ക് നന്മ ലഭിക്കുന്ന സമയങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ നല്ല ദൈവമെന്ന് പറയുവാനും, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്ദേശം ശ്രവിക്കുന്ന ചിലരെങ്കിലും ഭാരത്തോടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഭാരത്തെ മാറ്റി, നിരാശയെ സങ്കടത്തെ മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ദൈവിക നന്മകൾ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു.